അപ്പോൾ നമ്മളിത് വന്നിട്ടുള്ളത് 2014 മോഡൽ G4 ഇന്നോവയാണ് സെയിലിന് വന്നിട്ടുള്ളത്. പിന്നെ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഇതിന് 1.40 കേട്ടോ. കിലോമീറ്റർ ഓടിക്കുക 1,40,000 കിലോമീറ്ററാണ് ഇത് ഓടിയിട്ടുള്ളത്. അതുപോലെ 3ാമത്തെ ഓണറിലാണ്. പഞ്ചാബ് രജിസ്ട്രേഷനാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും RT ഓഫീസ്ക്ക് ഏത് കേരളത്തിലെ RT ഓഫീസ്ക്ക് വേണമെങ്കിലും നമുക്ക് NOC ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ നമ്മൾ എല്ലാ ഭാഗവും വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാ വീഡിയോത്തെ മാതിരി. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടിട്ട് പരമാവധി നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കണേ. ഈ വാഹനത്തിന്റെ എഞ്ചിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇന്റർകൂൾ ഇഞ്ചിനാണ് വരുന്നത്. അതുപോലെ പിന്നെ ബാറ്ററി വലിയൊരു കുഴപ്പമില്ലാത്ത പുതിയ ബാറ്ററി ഒന്നുമല്ല, വലിയ കുഴപ്പമില്ല. അതുപോലെ നമുക്ക് അബ്രോണൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ബോണറ്റും ഒറിജിനൽ ബോൺ തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നമ്മളിത് ഡൽഹിയിൽ നിന്ന് കൊടുക്കുന്ന അതേ ഒരു രൂപത്തിലാണ് വണ്ടി ഉള്ളത്. സർവീസും കൂടി ചെയ്യാതെയാണ് നമ്മളിപ്പം വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഇപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയ ടച്ചപ്പും കാര്യങ്ങളും ഇപ്പം നിലവിൽ ഇതുമ്പോൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി ഇങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, കൊടുന്നൊരു രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും കാണാനില്ല. ഡോറൊക്കെ ഒറിജിനൽ ഡോർ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. ചെറിയൊരു പെയിന്റ് ടച്ചപ്പ് വണ്ടിമ ഉണ്ട് കേട്ടോ. ഒരു പെയിന്റ് ടച്ചപ്പും ചെയ്തിട്ട് നമ്മളൊരു ചെറിയൊരു പോളിഷും വണ്ടിമ ചെയ്യേണ്ട ഇതായി വരും. അപ്പം ഈ വാഹനത്തിന്റെ ടയർ ഭാഗം പറയുകയാണെങ്കിൽ ഒരു 75% ടയർ തന്നെ ഉള്ളൂ കേട്ടോ. 4 തന്നെ 75% ടയറുണ്ട്. അപ്പോൾ നമ്മൾ വീൽ കപ്പൊന്നും ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ ഗ്ലാസ്സുകളൊക്കെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഈ സൈഡും ലെഫ്റ്റ് സൈഡിലും കാണും കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞ മാതിരി പെയിന്റ് ടച്ചപ്പ് ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ളൂ, അങ്ങനെ വല്ലാതെ ഒന്നും ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോൾ ചെറുതായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അതായത് ബാക്ക് സൈഡും അത്യാവശ്യം കുഴപ്പമില്ല. വലിയൊരു ഒരു 70% വാഹനം ഉണ്ട് തന്നെ നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇന്റീരിയൽ ഭാഗം കൂടി നോക്കാം. ഇന്റീരിയൽ ഭാഗം പറയുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാത്ത വൃത്തി ഉണ്ട് കേട്ടോ. ഇന്റീരിയൽ ഭാഗം ഡാഷ് ഡബിൾ കളറാണ് വരുന്നത്. പിന്നെ നമ്മൾ സ്റ്റാരിങ് ഒരു എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാരിങ്ങിൽ. അതുപോലെ നമ്മൾ സീറ്റ് കവറൊക്കെ ഇതുമ്പോൾ വന്നൊരു ടൈപ്പ് തന്നെ ഉള്ളത്. അതുപോലെ ടോപ്പൊക്കെ അത്യാവശ്യം വൃത്തി തന്നെയാണ് കേട്ടോ ഇപ്പോൾ വണ്ടിയിലുള്ളത്. അതുപോലെ പിന്നെ വലിയൊരു കുഴപ്പമൊന്നുമില്ല. AC ഒക്കെ നല്ല തണുപ്പുണ്ട്. സാധാ ഒരു ലോക്കൽ സെറ്റാണ് ഇതുമുള്ളത്. വർക്കിംഗ് ആണ്, സെറ്റ് വർക്കിംഗ് ആണ്. പിന്നെ വേറെ ഇതിൻ്റെ ഇന്റീരിയൽ ഭാഗം പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാത്ത ഇന്റീരിയൽ ഭാഗം തന്നെ. ഇന്റീരിയൽ ഭാഗത്തിന് പ്രത്യേകിച്ചിട്ടൊരു വർക്കൊന്നും ചെയ്യാൻ നിലവിലില്ല ഇതിന്. അപ്പം ഈ വാഹനം ഓടിക്കാനൊക്കെ അത്യാവശ്യം നല്ലൊരു ഫ്രീ ഉള്ള വാഹനം തന്നെയാണ് കേട്ടോ. അതുപോലെ പിന്നെ പവർ സ്റ്റാരിങ്ങും AC ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ ഉണ്ട്. ഓടിക്കാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സുഖമുണ്ട് വണ്ടി. അതുപോലെ ഇപ്പോൾ ഈ 2014 G4 വാഹനം ഞാൻ പറഞ്ഞ പിന്നെ നമുക്കൊരു പിന്നെ പ്രൈസ് വരുന്നത് 6,70,000 രൂപയാണ്. അത് നമുക്ക് പിന്നെ പ്ലസ് NOC കൊടുക്കട്ടോ. മാറ്റിയിട്ടാണെങ്കിൽ പ്ലസ് ടാക്സ് വരുന്നേ ഉള്ളൂ. അത് നിങ്ങളടക്കണമെങ്കിൽ നമ്മളടക്കാനൊക്കെ കണക്ക് തന്നെ കാരണം. അപ്പോൾ ഫിനാൻസ് വണ്ടികൾക്ക് നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇത് താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ കോൺടാക്ട് നമ്പർ നമ്മൾ താഴത്ത് കൊടുക്കാം, നിങ്ങൾ വിളിക്കട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ.